ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. കുറേ നാളായി ഞാൻ പ്രോഡക്റ്റ് റിവ്യൂ കൊണ്ട് വന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളും എനിക്ക് റിസൾട്ട് കിട്ടാത്ത സാധനങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സാധാരണ കൊണ്ടുവരാറ്. ഞാൻ ഇതിന് മുന്നേ അങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് 3 ബോട്ടിൽസ് യൂസ് ചെയ്ത് അപ്പോൾ എന്തായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം തൊട്ടേ വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു നമ്മുടെ കെമിസ്റ്റാറ്റ് പ്ലേയുടെ ബോഡി വാഷ്. അവരുടെ ഒത്തിരി പ്രോഡക്റ്റ് വൈറലായതായിരുന്നു. നമ്മളുടെ സോഷ്യൽ മീഡിയ അറിയാമല്ലോ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കുറേ പേര് പ്രൊമോട്ട് ചെയ്തും പിന്നെ കുറേ പേര് വാങ്ങിച്ചും ഒക്കെ ആ സമയം കൊണ്ട് ഭയങ്കര വൈറലാവും. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി വരും. ഇതിപ്പോൾ അടിപൊളി പ്രോഡക്റ്റ് ആയിരിക്കും, നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മേടിക്കും. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഒരു റിവ്യൂ ചെയ്താലോ എന്ന്. പക്ഷേ അത് എത്രമാത്രം വർക്കാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ 3 ബോട്ടിൽ മേടിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവള് ചുമ്മാ തള്ളുക, ചുമ്മാ 3 ബോട്ടിലൊന്നും മേടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ കയ്യിൽ കാണിക്കാനായിട്ട് തെളിവൊന്നുമില്ല. ആകെ എൻ്റെ കയ്യിൽ ലാസ്റ്റായിട്ട് വാങ്ങിച്ച ഈ ഒരു ബോഡി വാഷ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബോഡി വാഷ് പകുതി ഞാനിപ്പോൾ തീർത്തിട്ടുണ്ട്. 3ാമത്തെ റീപർച്ചേസ് ആണ്. മറ്റുള്ളത് കാണിക്കാനായിട്ട് എൻ്റെ ഇല്ല. ഞാൻ എടുത്ത് വെച്ചിരുന്നു, പക്ഷേ പോയി. എൻ്റെ ഓർഡർ ചെയ്ത ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ എപ്പോഴും ഓഫർ കിടക്കുന്നതാണ്. 236 ml നമുക്ക് റേറ്റ് വരുന്നത് ഒരു 350 to 400 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ 200 സംതിങ്ങിനൊക്കെ ഓഫറിന് എപ്പോഴും കിടപ്പുണ്ടാവും. എപ്പോഴും ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് കുറവിന് കിട്ടും. അങ്ങനെയാണ് ഞാൻ 2 പ്രാവശ്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ ഒരു റിസൾട്ടിനേക്കാളും ഞാൻ ആദ്യം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. കെമിസ്റ്റാറ്റ് പ്ലേ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നമുക്ക് ഒത്തിരി നാളായിട്ടുള്ളൊരു ബ്രാൻഡൊന്നും അല്ല, ഒരു 3-4 വർഷത്തിനിടയ്ക്ക് വന്നൊരു ബ്രാൻഡാണിത്. അത് വിത്ത് എസെൻഷ്യൽ സെറാമൈഡ്സ് ഉള്ള ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്. ഇതൊരു ലിക്വിഡ് ബോഡി വാഷ് ആണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് നമ്മുടെ എക്ലെയറിൻ്റെ ഒക്കെ സ്മെല്ലില്ലേ, പഴയ എക്ലെയറൊക്കെ മിഠായി അതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഉള്ളൊരു ഫ്ലേവർ ഇല്ലേ, ആ സെയിം സംഭവത്തിൻ്റെ മണവും അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിന്. നിങ്ങൾക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എടുത്ത് കുളമാക്കുന്നില്ല. തരിതരി പോലെയുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു വരുന്നൊരു ബോഡി വാഷാണ്. എക്സ്ഫോളിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബോഡി വാഷ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. 1% സാലിസിലിക് ആസിഡും 2% ലാക്റ്റിക് ആസിഡും മുർമുർ ബട്ടർ എന്നാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. വിറ്റാമിൻ ഇയും കൂടെ വരുന്നുണ്ട്. സാലിസിലിക്കിൻ്റെ ഒരു കമ്പോണന്റ് ഇതിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി ആക്നേസും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബോഡി ആക്നേസ് അറിയാമല്ലോ, ഇങ്ങനെ തരിതരി പോലെയുള്ള കുരു പോലെയുള്ളതും അങ്ങനെയൊക്കെ ഇങ്ങനെ ചുവന്ന ചെറിയ ചെറിയ ബംസ്, ചെറിയ കുരു പോലൊക്കെ വരുന്ന, അങ്ങനെ അതിനാണ് ബോഡി ആക്നെ എന്ന് പറയുന്നത്. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നൊരു കമ്പോണന്റ് ഉണ്ട്. അതാണ് ഇവിടെ എക്സ്ഫോളിയേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് തരിതരി പോലെ വരുന്നില്ലേ, അത് നമ്മൾ ബോഡിയിലിട്ട് ഇങ്ങനെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ള എക്സ്ഫോളിയേഷൻ നടന്ന് നമ്മുടെ ബോഡി ആക്നേസ് ഒക്കെ കുറയും എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഡെഡ് സ്കിൻ ഒക്കെ പോവും. അങ്ങനെ ഒരു 4 കാര്യം ഇവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാം. എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഡെഡ് സ്കിൻ റിമൂവ് ആക്കും എന്നാണ് ആദ്യം പറയുന്നത്. സ്കിന്ന് സ്മൂത്തൻ ആക്കും, ബംപിയും റഫ് സ്കിന്നും റിമൂവ് ആക്കും. നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ കുരുവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹൈഡ്രേറ്റ് ചെയ്യും, നറിഷ് ചെയ്യും. ഈ 4 കാര്യങ്ങളാണ് ഇവരുടെ ബ്രാൻഡ് നമുക്ക് പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇത് ക്രിവാലിറ്റി ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, പിന്നെ ആൽക്കഹോൾ ഫ്രീ ആണ്. pH വരുന്നത് 5 ആണ്. 5 ആയതുകൊണ്ട് തന്നെ 7 ആണ് നമ്മുടെ ന്യൂട്രൽ വരുന്നത്. 7 താഴെ ഉള്ളതൊക്കെ ആസിഡിക്കും 7 മുകളിലോട്ടുള്ളതൊക്കെ ബേസിക്കുമാണ്. അപ്പോൾ 7 താഴെ ആയതുകൊണ്ട് ഇതിന്റെ pH 5 ആണ്. അപ്പോൾ 7 താഴെ ആയതുകൊണ്ട് ഇതൊരു ആസിഡിക് നേച്ചറിലാണ് വരുന്നത്. 236 ml എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ബോട്ടിലിന് 300 സംതിങ് ആണ് റേറ്റ് വരുന്നത്. പല സൈറ്റിലും പല റേറ്റ് ആണ്. ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ എപ്പോഴും കോംബോ ഓഫർ ഒക്കെ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബോഡി വാഷ് എനിക്ക് യൂസ് ചെയ്തിട്ട് ബോഡി ആക്നെ പോകണം അങ്ങനെ ഒരു ഇന്റൻഷനോട് കൂടിയിട്ടല്ല ഞാൻ ഇത് വാങ്ങിച്ചത്. ജസ്റ്റ് ഹൈപ്പ് കാണുമ്പോൾ നമുക്കൊരു തോന്നൽ വരില്ലേ, ഇത് അടിപൊളിയാന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്മിറ്റനിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു ഇന്റൻഷനോട് കൂടിയിട്ടൊന്നും അല്ല ഞാൻ വാങ്ങിച്ചത്. എൻ്റെ ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ്. അപ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് നമുക്ക് തോന്നുന്നത്. നമുക്കിങ്ങനെ തിന്നാൻ തോന്നുന്നു അറിയത്തില്ല, ചില സാധനങ്ങൾ തിന്നാത്തതല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നുന്നു അറിയത്തില്ലേ, ആ ഒരു സംഭവമാണ് തോന്നിയത്. ഫസ്റ്റത്തെ ആ ഒരു പർച്ചേസ് കഴിഞ്ഞ് 2ാമത്തെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്കിത് ഇവിടെയൊക്കെ ബോഡി ആക്നേസ് ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ കുരു പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്ത് എന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നല്ലപോലെ കുറച്ചിട്ടുണ്ട് ആ ഒരു കാര്യം. പിന്നെ ടാൻ റിമൂവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം 3ാമത്തെ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വലിയ ടാൻ റിമൂവ് ആക്കിയ പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിനകത്ത് പ്രോമിസ് ചെയ്യുന്നത് ടാൻ ഫുൾ മാറുമെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ഈ ഒരു പോർഷനിൽ കണ്ടിന്യൂസ് എക്സ്പോഷർ വന്നിട്ട് ഇവിടെയൊക്കെ ടാനാണ്. അതിനൊന്നും ഒരു ചേഞ്ച് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ബിക്കോസ് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾക്ക് വർക്കായി, മേ ബി നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടായിരിക്കും.
എല്ലാവർക്കും ഒരുപോലെ വർക്ക് ആവണം എന്നില്ല എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു നല്ലൊരു ബോഡി വാഷ് എങ്ങനെയാണോ നമുക്ക് റിസൾട്ട് തരുന്നത് ആ ഒരു റിസൾട്ട് ഇത് തരുന്നുണ്ട്. പക്ഷേ ഹൈപ്പ് തരുന്ന അത്രയും നമുക്ക് തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്രയും പറയാനില്ല. കാരണം ഞാൻ ഒരിക്കലും ഇപ്പം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം ആയതുകൊണ്ട് ഇത് 3 പ്രാവശ്യം മേടിക്കുവാണെങ്കിൽ 800 രൂപയാവും 3 പ്രാവശ്യം മേടിക്കുമ്പോഴത്തേക്കും. ഇപ്പം ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചൊരു സാധനത്തിന്റെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയേണ്ടതല്ലേ. ഇതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. എനിക്ക് എൻ്റെ ബോഡി ആക്നെസ് ഒക്കെ ഒരു പരിധിവരെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ഫോളിയേഷൻ നല്ലപോലെ നടക്കുന്നതുകൊണ്ടാണല്ലോ ഈ ബോഡി വാഷ് നമുക്ക് ബോഡി ആക്നെസ് ഒക്കെ കുറയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റത്തെ യൂസിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പെട്ടെന്നൊരു റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നല്ലതായിരിക്കുമോ? ഒരു സാധനം ഒരു 2-3 മാസമെങ്കിലും യൂസ് ചെയ്യണ്ടേ, എന്നിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇത് യൂസ് ചെയ്താൽ പിന്നെ ഞാൻ സോപ്പൊന്നും യൂസ് ചെയ്യാറില്ല, ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പം അങ്ങനെ എനിക്ക് നന്നായിട്ട് ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 3ാമത്തെ ബോട്ടിൽ വരെ വെയിറ്റ് ചെയ്ത് നിന്നത്. ഇപ്പം ഞാൻ 2.5 ബോട്ടിൽ യൂസ് ചെയ്തു. ഇത് പകുതി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോട്ടിൽ കഴിഞ്ഞു. ഇനി ഞാൻ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോഴേ ഞാൻ വാങ്ങിക്കുള്ളൂ കേട്ടോ. ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് നോക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്യാറുണ്ട്. എനിക്കൊരു സാധനം വർക്കായില്ല, എനിക്ക് നന്നായിട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റാറുണ്ട്. ഇന്ന ബ്രാൻഡ് എനിക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചത് ഇതുകൊണ്ടാണ്. നമ്മളൊക്കെ വാങ്ങിക്കാൻ കാരണം ഈ ഹൈപ്പ് വരുന്നതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. അങ്ങനെ മാത്രമാണ് ഞാൻ കെമിസ്റ്റഡ് പ്ലേ എന്ന് പറയുന്ന ഒരു ബ്രാൻഡേ എനിക്ക് അറിയുള്ളൂ. പിന്നെ ഇതിന്റെ റോൾ ഓൺ ഭയങ്കര വൈറലായ ഒരു പ്രോഡക്റ്റാണ്. ഇതിന്റെ ഒരു സ്ക്രബ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഈ പ്രോഡക്റ്റ് ഒക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. പക്ഷേ ഓവറോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഈ ടാൻ റിമൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഇതായിട്ട് തോന്നിയിട്ടില്ല. അത് ചിലപ്പോൾ അറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും ടാൻ റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിക്കാറില്ല. പർപ്പിൾ എപ്പോഴും ഭയങ്കര റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ 400 സംതിങ് കിടക്കുന്നതാണ്. ഇതൊരു 200 റേറ്റ് സംതിങ്ങിന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ആണെങ്കിൽ നല്ല ഓഫറിന് ഇവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇന്നോവിസ്റ്റ് പവേർഡ് ബൈ ഇന്നോവിസ്റ്റ് അങ്ങനെയാണ് അതിൽ കിടക്കുന്നത്. അപ്പോൾ അവരുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം വാങ്ങിക്കാൻ കിട്ടും. ഇത് ഒരു പ്രാവശ്യം നോക്കിയാൽ മതി. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും അവരിങ്ങനെ ആഡ് വന്നുകൊണ്ടിരിക്കും. ബേ 2 get 1 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ട് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കും ഇത് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ വാങ്ങിക്കാനിരിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ ഫോഴ്സ് ചെയ്തില്ല. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ തരാം.